നമ്മുടെ കൾച്ചറിൽ ഈ പൂക്കളോട് എസ്പെഷ്യലി ദശപുഷ്പങ്ങൾ ഈ മുയൽ ചെവിയൻ പോലുള്ള ചെടികൾ മുക്കുറ്റിയും തിരുതാളിയൊക്കെ നമ്മൾ കൈകൊണ്ട് പറിക്കണം. അതായത് കുട്ടികൾ കൈകൊണ്ട് പറിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ സ്കിന്ന് വഴി അതൊരു മെഡിസിനൽ പ്രോപ്പർട്ടികളാണ്. പൂ ഇറുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി കാര്യമാണ്. നമ്മൾ ഓടി ആടി ചെന്ന് രാവിലെ നമ്മൾ പൂ പറിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശക്കും, അപ്പോഴും നമുക്ക് സദ്യ കഴിക്കാം. അല്ലാതെ വീട്ടിൽ ടി വിയും കണ്ടിരുന്ന് നമ്മൾ സദ്യയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഡോക്ടറെ അടുത്ത് പോവാം. ഉറപ്പാണ്. അപ്പോൾ ഓണവും വിഷുവും എല്ലാം ശരിക്കും ആരോഗ്യപരമായി പല കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ കിഴങ്ങ് മാത്രം കഴിക്കേണ്ട ദിവസങ്ങളുണ്ട്, കർക്കിടക കഞ്ഞി കുടിക്കേണ്ട ഒരു മാസമുണ്ട്. ഇങ്ങനെയെല്ലാം കണക്കെല്ലാം വരുന്നത് സദ്യ കഴിക്കേണ്ട അങ്ങനെയാണ്. നമ്മുടെ കൾച്ചർ അത്രത്തോളം റിച്ചാണ്, നമുക്ക് ഇത്രത്തോളം പറഞ്ഞു തരാൻ. ഇപ്പോൾ അവിയൽ എന്നൊരു കറി ഭീമൻ ഉണ്ടാക്കിയതാണ്. അതായത് കുന്തിദേവി ഭീമനോട് പറയാണ്, നീ എന്തെങ്കിലും ചെയ്, വിശക്കുന്നു പറയുമ്പോൾ ഭീമന് വല്ലാത്ത വിശപ്പാ. അപ്പോൾ ഭീമൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് അന്ന് കിട്ടിയ തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് അതാണ് അവിയൽ. അപ്പൊ ഭീമൻ തുടങ്ങി വെച്ച കറി. അപ്പൊ നമുക്ക് പാരമ്പര്യത്തിൽ തന്നെ എന്ത് കുക്ക് ചെയ്യാം, എങ്ങനെ